ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു പ്രധാന കാര്യം പറയാൻ വന്നതാണ്. ഇന്ന് നമ്മൾ വളരെ സന്തോഷമാണ്, നമ്മുടെ ജീവിതത്തില് വളരെ സന്തോഷേറിയ കാര്യമാണ്. എന്ന് വെച്ചാല് 2 വർഷം എങ്ങനെയോ പോയെന്ന് നമുക്കറിയില്ല. ഇന്ന് വെഡിങ് ഇതാണ്. പിന്നെ നമ്മൾ 2 വർഷമായി. 2 വർഷം എങ്ങനെയാ പോയെന്ന് അറിയില്ല. ഇനി അടുത്തത് എനിക്ക് പിന്നെ എൻ്റെ ജീവിതത്തിന് കളർ പകർത്തിയ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയും നല്ല ഇതാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ്. എന്നുവെച്ചാൽ ഞാൻ വന്ന എനിക്ക് അത്രയും സ്നേഹവും കരുതലും എന്നെ ഒരു വിധിയായ ഒരു സ്ത്രീക്ക് ഒരു ജീവിതം തന്നെ ഒരു നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ് എൻ്റെ ഭർത്താവ്. എന്നുവെച്ചാൽ എന്തുകൊണ്ടും എനിക്ക് അഭിമാനിക്കാം. സുഖത്തിലും ദുഃഖത്തിലായാലും എല്ലാം എന്തായാലും നമ്മൾ അന്നും ഇന്നും ഒരേപോലെ തന്നെ നമ്മൾ നടക്കുന്ന നമുക്കൊരു ഇതുമില്ല. എന്നുവെച്ചാൽ ഉള്ളതിനെ കൊണ്ട് ഓണം പോലെ എന്ന് വെച്ചാൽ സന്തോഷമാണ് നമുക്ക്. അതുകൊണ്ട് അതിലൊരു ഇതുമില്ല. വെച്ചാല് ഒരുപാട് സ്വത്തും പൈസയോ വലിയ ബംഗ്ലാവോ അല്ലെങ്കിൽ വലിയ പിന്നെ പൈസ കൂടിയ കാറോ ഇതൊന്നും അല്ലല്ലോ. നമ്മളെ മനസ്സിലാക്കുന്നത്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സുഖത്തിലായാലും ദുഃഖത്തിലായാലും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവ്. അതേപോലെ ഞാനും. നിങ്ങൾക്ക് എന്താ പറയാ? സ്വത്തും പൈസ എന്നതല്ല കാര്യം. നമുക്ക് എനിക്ക് 2 വർഷമായി സന്തോഷത്തിന് എനിക്ക് എൻ്റെ കൂടെ നിൽക്കാനും നല്ലൊരു ഭാര്യ തന്നെ എനിക്കും കിട്ടിയത്. നമ്മളിപ്പം ദുഃഖമായാലും സുഖമായാലും നമ്മൾ സന്തോഷമായിട്ട് പോകുന്നുണ്ട്. 2 വർഷം പോയത് നമ്മൾ അറിയില്ല. എന്നാലും 2 വർഷത്തിനിടയിൽ നമ്മൾ കുറേ സുഖമായിട്ടും ഉണ്ടായിട്ടുണ്ട്, വിഷമായിട്ടും ഉണ്ടായിട്ടുണ്ട്. 2 മിശ്രമായിട്ട്, സുഖദുഃഖം മിശ്രം എന്ന് പറഞ്ഞ പോലെ 2 ഇങ്ങനെ പോയിട്ട് നമ്മൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും എന്നെ നോക്കാനും എന്നെ നോക്കുന്നതിൽ നല്ലൊരു ഭാര്യ തന്നെ എനിക്ക് കിട്ടിയത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ പോകുന്നത് സന്തോഷമായിട്ട്. പിന്നെ കഴിഞ്ഞ് വന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് പിന്നെ എൻ്റെയും അമ്മയിപ്പം മരിച്ചുപോയി. അപ്പോൾ അമ്മേനെയും നോക്കിയിരുന്നു. പിന്നെ കഴിഞ്ഞ 1 വർഷം 1.5 വർഷം 2ാമത്തെ വർഷമായി അമ്മ മരിച്ചിട്ട് ഇപ്പം കൊല്ലം വരുന്നു. അപ്പോൾ അതിന് മുമ്പ് വരെ അമ്മേനെയും എന്നെയും നല്ല നോക്കിയിട്ടുണ്ട്. സുഖമായിട്ടുണ്ട്. ആ സമയത്ത് നല്ല സന്തോഷമായിട്ട് നമ്മൾ ജീവിച്ചിരുന്നു. പിന്നെ അമ്മ മരിച്ച ശേഷം നമുക്ക് ഫിനാൻഷ്യലിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പം അതിജീവിച്ച് ജീവിക്കുന്നു. എൻ്റെ ഭാര്യക്ക് പിന്നെ വെഡിങ്ങിന് നല്ല വിഷ് ചെയ്യുന്നു. നല്ല ഹാപ്പി ആയിട്ട് എനിക്ക് എന്നെ മനസ്സിലാക്കി എനിക്ക് ഇത് ജീവിതം തന്നതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. ദൈവത്തിനും നന്ദി. മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഒന്നിച്ചത്. അതുകൊണ്ട് മുത്തപ്പനും വളരെയേറെ ഇതുണ്ട്. ഒരുപാട് ദൈവത്തിന് നന്ദി, സ്തുതി എല്ലാം നല്ല ഇതാണ്. പിന്നെ ഈ പൂവാണെങ്കിലും ഇത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷത്തോടെ ഈ പൂ തന്നല്ലോ, അതന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. അത് മതി. എന്നുവെച്ചാൽ ഒരുപാട് സ്വത്തും പൈസേൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. പിന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് വിമർശനം ഉണ്ടായിട്ടുണ്ട് അല്ലേ. നമ്മളെ ഫോട്ടോ വാട്സാപ്പിലും ആദ്യം ഫേസ്ബുക്കിലാണ്, ശേഷം പിറ്റേന്ന് ഫേസ്ബുക്കില് ഇങ്ങനെ വളരെ ഇതാക്കിയിട്ട് നമ്മളെ ഇട്ടിന് ഭർത്താവിന് 40 വയസ്സിലാ കല്യാണം കഴിഞ്ഞിന്. പക്ഷെ 28 എന്ന് പറഞ്ഞിട്ട് അറിയാണ്ട് ഇങ്ങനെ വളരെ ഇതായിട്ടും പരിഹസിച്ചിട്ട് 65 എനിക്ക് 65 വയസ്സാണ്. ഈ പറഞ്ഞവനാണ് എന്നെ പ്രസവിച്ചത്. അതുകൊണ്ട് ഓന് കറക്റ്റായിട്ട് നമ്മളെ വയസ്സറിയാം. അത് കുറച്ച് നരമ്പ് രോഗികളും ഉണ്ട്, കുറെ അസൂയക്കാരും ഉണ്ട്. അത് നമുക്കറിയാം. അത് തന്നെയാണ് ഇന്നും നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇതായി അതൊന്നും നമുക്ക് കാര്യമല്ല. അതൊന്നും ഇപ്പം പ്രശ്നമൊന്നല്ല. കഴിഞ്ഞ് നമുക്ക് ആരെന്ത് പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാണ് വേണ്ടത്. പറയുന്ന ആരും നമുക്ക് ചെലവിന് തരില്ല, ആരും നമ്മളെ നോക്കൂല. അതുകൊണ്ട് ദൈവം തന്ന എനിക്ക് നമ്മളെ അത്രയും നല്ലൊരു ഇത് ചെയ്തോണ്ടാണല്ലോ ദൈവം എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിനെ തന്നതെന്ന് ഞാൻ ദൈവത്തോട് അതന്നെ എന്നും ഞാൻ വിശ്വസിക്കുന്നത്. വെച്ചാൽ നമ്മളെ അടുത്ത് തെറ്റില്ലേ ഉണ്ടെങ്കിലേ നമ്മളെ ദൈവം രക്ഷിക്കാണ്ടുണ്ടെങ്കിലുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെ അടുത്തിൽ തെറ്റുമില്ല. നമ്മൾ അതുകൊണ്ടാണ് എനിക്കൊരു നല്ല ജീവിതം കിട്ടിയത്. അതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൂ എന്ന് വെച്ചാൽ ഫോട്ടോ ഇതാക്കിയാലൊന്നും ഒരു ഇത് നമുക്കില്ല. അതിന് നമ്മൾ പറയേണ്ടത് പറഞ്ഞിന്. അത് ഇന്നത്തെ ആൾക്കാരുടെ സ്വഭാവമാണല്ലോ. എന്ന് വെച്ചാൽ സ്വന്തം ജീവിതത്തിലോ കുടുംബത്തിലോ കാര്യം നോക്കാണ്ട് മറ്റുള്ള കാര്യത്തിന് അതാണല്ലോ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് കാര്യം. എന്നുവെച്ചാൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരെ ജീവിക്കാൻ അനുവദിക്കൂല. അതുകൊണ്ട് അതൊന്നും നമ്മളത്ര കാര്യമാക്കിയില്ല. ആരെന്ത് ചെയ്താലും ഇതാക്കില്ല. പക്ഷേങ്കിൽ ജനങ്ങളൊന്ന് ഒരു വിഷമം ഉണ്ടാകും. വെച്ചാൽ നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ടിന് നല്ല രീതിയിൽ
കഷ്ടപ്പെട്ടിട്ട് ജീവിച്ച നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് സ്ത്രീയായ ഒരു ഇതിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും. അതൊരിക്കലും പറയാൻ പാടില്ല. പക്ഷെ എന്നാലും സാരമില്ല, പറഞ്ഞ് അവർക്ക് അത്രയേ വിവരമുള്ളൂ. വിവരം ഉണ്ട് അത്രയേ ഉള്ളൂ എന്ന് നമ്മളത് മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മളങ്ങ് ഇതാക്കി, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ വളരെ സന്തോഷമാണ്. ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുക. ഇതേപോലെ തന്നെ എന്നും മുന്നോട്ട് നമ്മൾ പോവും. അടുക്കൂല ഇത്രയും ദൈവം അനുഗ്രഹിച്ചിട്ട് നമുക്ക് എല്ലാ കാര്യവും നല്ല ഇതായിട്ട് നടക്കും എന്നുള്ള വിശ്വാസമുണ്ട്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ രണ്ടാളും ഹാപ്പിയാണ്. നമുക്കൊരു വിഷമവും ഇല്ല. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ് വന്നവരെ എൻ്റെ ഭർത്താവിനെ വിട്ടിട്ടോ നമ്മൾ ഇതായിട്ടോ നമ്മൾ പോയിട്ടില്ല. നമ്മളെ ഭാഗത്തുനിന്ന് രണ്ടാളെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, ഒരു വിഷമവും. മറ്റുള്ള ആളെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ട് ആക്കിയിട്ടുണ്ട്. അതല്ലേ, അതന്നെ, നമുക്കൊരു പ്രശ്നമില്ല. മറ്റുള്ള ആളെ കൊണ്ട് ബുദ്ധിമുട്ട് ഇതാക്കിയിട്ടുണ്ട്, പ്രശ്നമില്ല. പിന്നെ ഇന്നൊരു പ്രത്യേക സന്തോഷമുണ്ട്. വെഡിങ് ദിവസം തന്നെ നമുക്ക് ഇന്ന് പിന്നെ ഒരു 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതൊരു സന്തോഷം. യൂട്യൂബ് എടുത്തതിന് ശേഷം തന്നെ നമുക്ക് ഒരുപാട് വിമർശനം ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബ് എടുത്ത് അതിന് കുറെ 7 മാസം കൊണ്ട് 8 മാസം കൊണ്ട് ആയി. അതിന് മുമ്പേ ആവുക. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മള് വീഡിയോ എല്ലാം ബാക്കൗട്ട് ആക്കി 4-5 ദിവസം കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ വീഡിയോ എടുത്തത്. ഓരോ അങ്ങനെയെല്ലാം കുറെ വിട്ടുപോയി. അല്ലെ അതിന് മുമ്പേ ആവേണ്ടതേനും. പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയവര് ഭർത്താവിനായിട്ടും അനക്കായിട്ടും എൻ്റെ ഫ്രണ്ടായിട്ടും ഫ്രണ്ടിൻ്റെ മക്കളായിട്ടും നമ്മളെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞു. വീഡിയോ എടുക്കുന്നത് നാണമില്ലേ, പിന്നെ നാണമില്ലേ, പിന്നെ മറ്റുള്ള ആളെ കാണിക്കാൻ ഷോ ചെയ്യാന്നോ അങ്ങനെയാണോ ഇങ്ങനെയാ വിമർശനം ഭയങ്കരമുണ്ട്. പിന്നെ വേറൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ടൈലറിങ്ങിൻ്റെ തന്നെ, അവരും ഇങ്ങനെ വളരെ മോശമായിട്ട് പറഞ്ഞു. എന്തിനാന്ന് അങ്ങനെ ചെയ്യുന്നത്, ഇതെല്ലാം ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന വലിയ ആൾക്ക് പറ്റുന്നതൊന്നുമല്ല എന്നല്ല. പിന്നെ അവരെ പഴയ ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമുക്ക് നമ്മളതായ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ എടുക്കുന്നത് മാനമര്യാദയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല. മോശമായി എടുത്തു കഴിഞ്ഞാൽ അതിപ്പം പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ മാന്യമായ ഡ്രസ്സ് ധരിച്ച് നമുക്കറിയുന്ന കല നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അതൊന്നും നമ്മൾ കാര്യമാക്കില്ല. ഭർത്താവും മോനും പറഞ്ഞ് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്താ ഇഷ്ടമില്ല നിങ്ങൾ ചെയ്യുക, മറ്റുള്ള ആളെ ഇതിലൊന്നും നിൽക്കണ്ട. പിന്നെ നല്ല നല്ല ആൾക്കാരെല്ലാം വീഡിയോ എടുക്കണേന്ന് എന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് മതിയല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കാത്ത ആൾക്കാരാണ് നമുക്ക് ഇത്രയും സപ്പോർട്ടും ഇതും സ്നേഹവും തരുമ്പം പിന്നെ നമ്മളെന്തിനാന്ന് ഇതാന്ന് അത് മതി, നമുക്ക് വേറെ ഒന്നും വേണ്ട. അത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് വിമർശനം അതന്നെ. പിന്നെ വീഡിയോ എടുക്ക്, ഷോന് കാണിക്കാം, അങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം, അങ്ങനെ നാണമില്ലേ എന്ന് ഇതെല്ലാം ഭർത്താവോടും പറഞ്ഞ്. പിന്നെ ഭർത്താവിൻ്റെ ആരോ അറിയുന്നേ ഇവരെ ആരോ ജോലി സാധന ഇടുന്നതെന്ന് അറിയില്ല, പറഞ്ഞ് ഭാര്യ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു, നിങ്ങൾക്ക് നാണമില്ലേന്ന്. അപ്പം ഭർത്താവ് പറഞ്ഞ് നാണം എന്തിനാ, എൻ്റെ ഭാര്യ വീഡിയോ എടുക്കുന്നതിന് നാണം എന്തിനാ, ഞാനാന്ന് ഭാര്യേൻ്റെ ഷൂട്ട് എടുക്കുന്നത്. വെച്ചാൽ ഭർത്താവാണ് എല്ലാ ഷൂട്ടും ചെയ്യുന്നത്. പിന്നെ തുടങ്ങിയ മുതൽ ഇന്ന് വരെയും ഭർത്താവ് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ വീഡിയോ അല്ല. അപ്പോൾ മൂപ്പറാണ് കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റ് തരുന്നത്. എടുക്ക് വീഡിയോ എടുക്ക്, നീ എന്തായാലും എടുക്ക്, ഷൂട്ട് ചെയ്യുന്നതും അതിനുള്ള ഒരു താല്പര്യപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം എനിക്ക് ഒരുപാട് ആഗ്രഹം, ചെറുതിലെ ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് നല്ലൊരു കലാപരമായിട്ടും എന്തെങ്കിലും ഒരു നല്ലൊരു ഇതിലാവണം. പക്ഷെ അതൊന്നും നമുക്ക് സാധിച്ചില്ല. ഇന്ന് നമ്മളെന്നും വിമർശിക്കാനും നമ്മളെ തകർക്കാനും ഉണ്ടായിട്ടും ജനങ്ങൾ ആൾക്കാർ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന നമ്മൾ രണ്ടാളും ഒരേ മനസ്സാണ്, ഒരേ പിന്നെ വിചാരം, എല്ലാ കാര്യത്തിലും നമ്മൾ ഒരേ ഇതാണ്. അതുകൊണ്ട് നമുക്ക് എനിക്ക് കുഴപ്പമില്ല. നമ്മൾ അതുകൊണ്ട് ഈ വീഡിയോ എടുക്കാനായാലും എല്ലാ കാര്യത്തിനായാലും രണ്ടാളും ഒരേ ഇതാണ്. മുന്നോട്ട് പോകും, എന്തായാലും പോകും. വീഡിയോ എടുക്കുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ ആൾക്കാർ ആരാ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും നമുക്കൊരു സപ്പോർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ വേറൊരു നല്ലൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ, യൂട്യൂബ് ചെയ്യുന്നതിൽ നല്ലൊരു കാര്യമുണ്ട്. പിന്നെ എല്ലാവരോടും പ്രത്യേകം ഞാൻ എന്നെ അറിയുന്ന ആൾക്കാരോടും പ്രത്യേകം ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് എടുക്കുന്നതും വീഡിയോ ഇടുന്നതും പിന്നെ വേണ്ടാത്തൊരു ഉദ്ദേശങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നതിന് കുറേ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ടൈലറാണ്. ഞാൻ ഒരുപാട് പണിയെടുത്ത് എനിക്ക് ഒരുപാട് തുണികളായിട്ടും കട്ട് പീസായിട്ടും ഒരുപാടുണ്ട്. ഞാൻ അങ്ങനെ ടൈലർ ജോലി എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡ്രസ്സ് തുന്നിയിട്ട് ഇടുന്നത്. അതെനിക്കൊരു ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഷൂട്ടിങ് ചെയ്യുന്നതുകൊണ്ട് വേണ്ടാണ്ട് ഒരുപാട് കട്ട് പീസായിട്ടും സാരി ആയിട്ടും
ഇല്ലുണ്ട് ഞാൻ തുന്നിയിട്ട് ഇടുന്നു, ഞാൻ തന്നെ തുന്നുന്നു, ഞാൻ തന്നെ ഇതാക്കുന്നു എന്നല്ലാണ്ട് എനിക്ക് വേറൊരു പൈസേൻ്റെ ഒരു ഇതിൽ ചിലവില്ല. പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും നമ്മള് ഇന്ന് 2 കാര്യത്തിൽ, ഒന്ന് നമ്മളെ കല്യാണ വാർഷികം, ഒന്ന് നമുക്ക് 1000 സബ്സ്ക്രൈബർ തന്നെ ആയി. അതുകൊണ്ട് എല്ലാ വിധത്തിലും നമ്മള് നല്ല സന്തോഷമാണ്, സുഖത്തിലും ദുഃഖത്തിലും. പിന്നെ വേറെ ഒരു കാര്യം പറയണേ, ഏതൊരു സ്ത്രീ ആയാലും ഒരു പെൺകുട്ടികളായാലും നിങ്ങൾക്കൊരു ജീവിതം വേണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ട് നിങ്ങളൊരു ജീവിതം ആഗ്രഹിക്കാൻ പാടില്ല. അവിധ ഇതാണ് നടക്കുന്നത് ഇപ്പൊ. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ സമാധാനത്തിൽ ജീവിക്കൂല, 3 ആളെ ജീവിതവും തകരുന്ന മാത്രമല്ല ആർക്കും 3 ആൾക്കും ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടും, നിങ്ങളൊരു നല്ല പങ്കാളിനെ കണ്ടെത്തി നിങ്ങൾ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് നിങ്ങൾ സുഖമായി ജീവിക്കുക. അല്ലാണ്ട് മറ്റുള്ളയാൾ പറയുന്ന കേട്ടിനും സ്വത്തിനും പൈസക്കും വേണ്ടിയിട്ട് നിങ്ങളൊരാളെ ജീവിതം തകർക്കാനോ, ഒരു സ്ത്രീയുടെ ജീവിതം തകർക്കാനോ, ഒരു പുരുഷൻ്റെ ജീവിതം തകർക്കാനോ നിൽക്കും. പക്ഷെ അതും കുറേ ദിവസം നമുക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഇപ്പം നമുക്കൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് എന്ത് മെസ്സേജ് വന്നാലും എനിക്ക് കാണിക്കൂ. എൻ്റെ ഫോണും ഭർത്താവും എല്ലാം യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരോടും പറയാന്ന് വെച്ചാൽ, നിങ്ങളെ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം എന്ന് വെച്ചാൽ, ജീവിതം നമുക്ക് കിട്ടിയ ജീവിതം അത് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. തെറ്റും കുറ്റങ്ങളും ജീവിതത്തിൽ അങ്ങനെ അത് നടക്കും. ഒരു ജീവിതമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാം സോൾവ് ആക്കി മുന്നോട്ട് ജീവിക്കുക. അതാന്ന് വെച്ചാൽ ഒരു ഭർത്താവ് ഇല്ലാത്തവരാണ് അതിൻ്റെ വേദന അറിയാം. നമ്മൾ പറയുന്നത് കണ്ണില്ലാത്തപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയുന്നു. അപ്പോൾ അത് നമ്മൾ വളരെ മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് സ്വത്തും പൈസ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒരാളാണ് വേണ്ടത്. അതുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ജീവിതത്തിൽ കളർഫുൾ ആയതില്ല. ഇതാണ് നല്ല എനിക്ക് ദൈവം തന്നെ ഒരു മുത്താണിത്. ആ മുത്ത് ഞാൻ ഇതുപോലെ കാത്ത് സൂക്ഷിക്കുന്നുണ്ട് അല്ലേ. എനിക്ക് എന്ത് വന്നാലും, എനിക്ക് എന്തെങ്കിലും വയ്യാണ്ടായാലെല്ലാം എനിക്ക് എന്ന് വെച്ചാൽ മുഖം വാടുമ്പോൾ എനിക്ക് സങ്കടം വരും. മറ്റേ ജോലിയില്ല കൂലിയില്ല എന്ന് പറഞ്ഞിട്ടെല്ലാം ഇങ്ങനെ കുറേ അപമാനിച്ചിന്. അതെല്ലാം നമ്മൾ എല്ലാം കാര്യം പിന്നെ പറയാം. അതുകൊണ്ട് ഇപ്പം അതെല്ലാം അങ്ങനെയാ സർപ്രൈസ് ആയിട്ട് വെച്ച് എല്ലാം പറയും. താങ്ക് യു. നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇനിയും മുന്നോട്ട് പോകണം. നിങ്ങളെ സപ്പോർട്ട് വേണം. ലൈക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു എല്ലാവർക്കും. വളരെ നമുക്ക് ഇത്ര ആളും സപ്പോർട്ട് ചെയ്ത സഹോദരനും സഹോദരിക്കും എല്ലാവർക്കും നമ്മുടെ ഹൃദയപൂർവ്വം നന്ദി.